ഒരിക്കൽ ഓട്ടക്കാർ ഓട്ടക്കളത്തിൽ ഓടുന്ന സമയം ഓരോ രാജ്യത്തുള്ള പ്രിയപ്പെട്ടവർ അവരുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചു വന്ന വ്യക്തി ഓടുന്ന സമയം എല്ലാവരും കരമടിച്ചിങ്ങനെ ക്ലാപ്പ് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമയം. അപ്പോൾ ഓരോ രാജ്യത്തെ ഓട്ടക്കാർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടക്കാരൻ പേശു വലിഞ്ഞ് തൻ്റെ ട്രാക്കിൽ വീണു. നമുക്കറിയാം, ഓട്ടക്കാരൻ താഴെ വീണാൽ പിന്നെ ആ വ്യക്തിക്ക് വിജയം ഉറപ്പാക്കുവാൻ ഒക്കുകയില്ല, ബാക്കിയുള്ളവരെല്ലാം ഓടിപ്പോയി. എന്നാൽ ആ വ്യക്തി ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? താൻ ആ ഓട്ടത്തിൻ്റെ സ്പീഡിൽ പേശി വലിഞ്ഞ് നിലത്ത് വീണ് തൻ്റെ കാല് നിലത്ത് ഉരഞ്ഞ് പൊട്ടി ചോരയും രക്തമൊഴുകി താൻ ഒരു കൈ കൊണ്ട് തൻ്റെ ആ വേദനയുള്ള കാലിൽ ഇങ്ങനെ പിടിച്ച് ഞൊണ്ടി താൻ ഗാലറിയിലേക്ക് വന്നു. എല്ലാവർക്കും മനസ്സിലായി ആ വ്യക്തി പരാജയപ്പെട്ടു, കാരണം തിരികെ വരികയാണ്. പക്ഷെ നടന്ന സംഭവം അങ്ങനെയല്ല. നടന്ന സംഭവം ഗാലറിയിൽ ഇരുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നൊരു കർച്ചീഫ് വാങ്ങി തൻ്റെ ആ ചോര വരുന്ന പാടിലേക്ക് താൻ വലിച്ചു കെട്ടിയിട്ട് മെല്ലെ കരഞ്ഞുകൊണ്ട് പഴയ ട്രാക്കിലേക്ക് താൻ നടന്നു വരികയാണ്. താൻ ആ പഴയ ട്രാക്കിൽ വന്ന് നിന്നിട്ട് നേരെ മുമ്പിലേക്ക് നോക്കി. എന്നിട്ട് നിറകണ്ണുകളോടെ താൻ തൻ്റെ ആ വേദനയുള്ള കാലിൽ ഇങ്ങനെ പിടിച്ച് ഞൊണ്ടി താൻ ട്രാക്ക് തെറ്റാതെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകുകയാണ്. ഗാലറി മുഴുവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. പക്ഷെ ഒരു മനുഷ്യൻ അവിടെ നിന്ന് പോകാതെ അവിടെ തന്നെ അങ്ങ് നിന്നു. പക്ഷെ ഈ മനുഷ്യൻ വേദന കടിച്ച് പിടിച്ച് മുറിവിൽ ആ കർച്ചീഫ് വലിച്ചു കെട്ടി ട്രാക്ക് തെറ്റാതെ സൂക്ഷിച്ച് നടന്ന് തന ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരികയാണ്. തന ഫിനിഷിംഗ് പോയിന്റിൽ വരുമ്പോൾ പിരിയാതെ അവിടെ നിന്ന് ആ മനുഷ്യൻ കുറേ അധികം സമയം കഴിഞ്ഞപ്പോൾ ഫിനിഷിങ്ങിലെത്തി ഓട്ടക്കാരനോട് ചോദിച്ചു, മാന്യദേഹമേ, നിങ്ങൾ നിലത്ത് വീണു, നിങ്ങളുടെ പേശി വലിഞ്ഞു കാണാം, നിങ്ങളുടെ സ്കിന്ന് ഉരഞ്ഞ് പൊട്ടിക്കാണാം, ചോര വരുന്നുണ്ട്. നിങ്ങൾ തിരിച്ച് ഗാലറിയിലേക്ക് കയറിയപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾ തിരികെ പോകുകയാണ്. പക്ഷേ ആരുടെയോ കയ്യിൽ നിന്നൊരു കർച്ചീഫ് വാങ്ങി മുറിവിൽ വലിച്ചു കെട്ടി പഴയ ട്രാക്കിലേക്ക് വന്നു. ട്രാക്ക് തെറ്റാതെ അധിക സമയമെടുത്ത് നിങ്ങൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നടന്നു വന്നു. എന്താണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ചേതോവികാരം? താൻ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്നെ അയച്ചത് ഒരു വീടല്ല, എന്നെ അയച്ചത് ഒരു രാജ്യമാണ്. എൻ്റെ പുറകിൽ ഒരു രാജ്യമാണ്. എൻ്റെ രാജ്യം എന്നെ അയച്ചത് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരികെ വരാനല്ല, ഫിനിഷ് ചെയ്തിട്ട് തിരികെ വരാനാണ്. കർത്താവിൻ്റെ വേലയിൽ ഓടുന്ന ഓട്ടക്കാരെ സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചു വരാനല്ല കർത്താവ് നമ്മെ ഈ ഓട്ടക്കളത്തിലാക്കിയത്. കൂടെ ഓടുന്ന പലരും നിങ്ങളെക്കാൾ വേഗതയിൽ ഓടി ഫിനിഷ് ചെയ്ത് കാണാം. അവർ ഓട്ടം തികച്ച് കയറിപ്പോയി കാണാം. അവരെ അപ്പപ്പ് ചെയ്യാൻ ആയിരങ്ങൾ കാണാം. നിങ്ങളെ അപ്പപ്പ് ചെയ്യാൻ ആരും കാണില്ല. ഈ മനുഷ്യനെ പോലെ നമുക്ക് ഫിനിഷ് ചെയ്യണ്ടേ? നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തിരിക്കും. അതിനായി വേലക്കാരെ കർത്താവ് ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷാലോം.